ബ്രസീൽ ആരാധകരും അർജന്റീന ആരാധകരും ഒരിക്കലും മറക്കാത്തൊരു ലോകകപ്പ്. ബ്രസീലിനത് അപമാനത്തിൻ്റെ ചരിത്രമാണെങ്കിൽ അർജന്റീനയ്ക്കതൊരു തീരാവേദനയാണ്. സുനീഗയുടെ കുത്തേറ്റ് പൊളഞ്ഞ നെയ്മറെയും തലകുനിച്ച് മരക്കാനയുടെ പടിയിറങ്ങിപ്പോയ ലയണൽ മെസ്സിയെയും എങ്ങനെ മറക്കാൻ? പറഞ്ഞു വരുന്നത് 2014 ലോകകപ്പിനെ കുറിച്ചാണ്. കേരളത്തിൽ അന്നും ജൂൺ മാസത്തിലെ കാലവർഷം തിമിർത്തു പെയ്യുകയായിരുന്നു. മലബാറിലാണെങ്കിൽ ഒരു നോമ്പ് കാലവും. നമ്മുടെ കൈകളിലേക്ക് ആൻഡ്രോയിഡ് ഫോണുകൾ വിപ്ലവം പോലെ കടന്നു വന്ന സമയം. വാട്സപ്പും ഫേസ്ബുക്കുമെല്ലാം സജീവമായ ശേഷമുള്ള ആദ്യത്തെ ലോകകപ്പ് കൂടിയായിരുന്നു ഇത്. ഫൈറ്റിൻ്റെ പുതിയ തലങ്ങൾ തുറന്നൊരു കാലം. ഫുട്ബോൾ ലോകം അന്ന് രണ്ടുപേർ പങ്കിട്ടെടുക്കുന്ന കാലമാണ്. ലയണൽ ആന്ദ്രേസ് മെസ്സിയും ക്രിസ്ത്യാനോ റൊണാൾഡോയും. ഇരുവരും തങ്ങളുടെ കരിയറിൻ്റെ പീക്കിൽ ഇരിക്കുന്ന കാലം. അവർക്കിടയിലേക്ക് സാമ്പ ഫുട്ബോളിൻ്റെ പ്രതാപവുമായി ഒരു 22-കാരൻ കൂടി അണിനിരന്നു. നെയ്മർ ഡാ സിൽവ സാന്റോസ് ജൂനിയർ. 2014 ബ്രസീലിയൻ ലോകകപ്പിനെ ഒന്ന് ഓർത്തെടുക്കാം. 2014 ലോകകപ്പിന് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. ഗ്രൂപ്പ് ബിയിലെ ആദ്യ മത്സരത്തിൽ ഏറ്റുമുട്ടിയത് നിലവിലെ ചാമ്പ്യന്മാരായ സ്പെയിനും റണ്ണേഴ്സപ്പായ നെതർലൻഡ്സും തമ്മിൽ. വലിയ ഹൈപ്പുണ്ടായിരുന്ന മത്സരം. 2010 ആന്ദ്രേ ഇനീസ്റ്റയുടെ ഗോളിൽ നഷ്ടമായ ലോകകപ്പിനെ കണക്ക് വീട്ടാൻ ഉറച്ചാണ് നെതർലൻഡ്സ് വന്നത്. മത്സരത്തിൻ്റെ 27-ാം മിനിറ്റിൽ സാബി അലോൺസോയിലൂടെ സ്പെയിൻ മുന്നിലെത്തി. പക്ഷേ അധികം വൈകാതെ അതിന് ഡച്ചുകാരുടെ മറുപടി. സാൽവഡോറിലെ സ്റ്റേഡിയത്തിൽ റോബിൻ വാൻ പേസി ഒരു ഡോൾഫിനായ നിമിഷം. സ്പാനിഷ് കീപ്പർ കസിയസിൻ്റെ തലക്ക് മുകളിലൂടെ തൊടുത്ത വിഖ്യാതമായ ഹെഡറിൽ നെതർലൻഡ്സ് സമനില പിടിച്ചു. ഒരു ക്ലോസ് ഫൈറ്റ് പ്രതീക്ഷിച്ചവർക്ക് മുന്നിൽ പിന്നീട് നെതർലൻഡ്സ് ആളിക്കത്തുകയാണ്. ടിക്കി ടാക്കി അവർ വലിച്ചു ചീന്തി. ഫുട്ബോൾ ലോകം അമ്പരപ്പോടെ അത് നോക്കി നിന്നു. ഒടുവിൽ അന്തിമ സ്കോർ 5-1. ടിക്കി ടാക്ക കൊണ്ട് ലോക ഫുട്ബോളിനെ ഭരിച്ച സ്പാനിഷുകാരുടെ ഒരു യുഗാന്ത്യം കൂടിയാണ് അവിടെ സംഭവിക്കപ്പെട്ടത്. സ്പെയിൻ മാത്രമല്ല, പല യൂറോപ്യൻ വമ്പന്മാരും ആദ്യമേ മടങ്ങിയ ലോകകപ്പായിരുന്നത്. ഗ്രൂപ്പ് ജിയിൽ ജർമ്മനി, US, ഘാന എന്നിവർക്കൊപ്പം ഇറങ്ങിയ പോർച്ചുഗലിനെ ആദ്യമേ ഇടിവെട്ടി. ജർമ്മനി ജേതാക്കളായ ഗ്രൂപ്പിൽ US-നും പോർച്ചുഗലിനും 4 പോയിന്റ് വീതം. പക്ഷേ ഗോൾ ആവറേജിൻ്റെ ബലത്തിൽ US പ്രീ ക്വാർട്ടറിലേക്ക്. അതോടെ വലിയ താരത്തിളക്കത്തിൽ വന്ന ക്രിസ്ത്യാനോയുടെ ലോകകപ്പ് മോഹങ്ങളും അവസാനിച്ചു. അതിലേറെ കൗതുകം ഗ്രൂപ്പ് ഡി ആയിരുന്നു. 3 മുൻ ലോക ചാമ്പ്യന്മാർ ഒരേ ഗ്രൂപ്പിൽ. ഇറ്റലി, ഇംഗ്ലണ്ട്, ഉറുഗായ്. ഇവരുടെ കൂടെ കോസ്റ്ററിക്കയും. ഇറ്റലിയും ഇംഗ്ലണ്ടും ഗ്രൂപ്പ് ഘട്ടം അനായാസം കടക്കുമെന്നായിരുന്നു പ്രവചനങ്ങളെല്ലാം. പക്ഷേ കോസ്റ്ററിക്കയും ഉറുഗായും സകല പ്രവചനങ്ങളെയും ചവറ്റുകുട്ടയിലിട്ടു. ഇംഗ്ലണ്ടിനും ഇറ്റലിക്കും കണ്ണീർ മടക്കം. അതിനിടയിൽ ഗ്രൂപ്പ് ഘട്ട മത്സരത്തിനിടെ ഇറ്റാലിയൻ ഡിഫൻഡർ ചെല്ലീനിയെ സുവാരസ് കടിച്ചതും വലിയ വാർത്തയായി. 2010 കണ്ട മെസ്സി അല്ലായിരുന്നു 2014. ആ മഹാമാന്ത്രികൻ ബ്രസീലിയൻ പുല്ലുകളിൽ നൃത്തമാടി തുടങ്ങി. ആദ്യ മത്സരത്തിൽ ബോസ്നിയക്കെതിരെ ഗോൾ നേടി സൂചന നൽകി. പിന്നാലെയുള്ള മത്സരം ഇറാനെതിരെ. അർജന്റീനയ്ക്ക് മുന്നിൽ ഇറാൻ ബസ് പാർക്കിംഗ് നടത്തി നിൽക്കുന്നു. സകല പണിയും പുറത്തെടുത്തിട്ടും ഇറാൻ പ്രതിരോധം ഒരു തെല്ലും കുലുങ്ങുന്നില്ല. മത്സരം നിശ്ചിത സമയവും കടന്ന് ഇഞ്ചുറി ടൈമിലേക്ക്. അർജന്റീന ആരാധകർക്ക് നെഞ്ചിടിച്ചു തുടങ്ങി. പക്ഷേ അതുവരെയും കോട്ട കെട്ടിക്കാത്ത ഇറാൻ വലയിലേക്ക് ഒരിടങ്കാലിൽ നിന്നും ഒരു കൊള്ളിയാൻ മിന്നൽ പാഞ്ഞു കയറി. ഇറാൻ ഗോൾ കീപ്പർ അലി റസ തലയുയർത്താനാകാതെ അത് നോക്കി നിന്നു. യെസ്, ലയണൽ ആന്ദ്രേസ് മെസ്സി വെൽ ആൻഡ് ട്രൂലി അറൈവ്ഡ്. പിന്നാലെ നൈജീരിയക്കെതിരെ ഇരട്ട ഗോളും നേടി മെസ്സി ഗ്രൂപ്പ് സ്റ്റേജിൽ പൂണ്ട് വിളയാടി. അപ്പുറത്ത് ബ്രസീലിനായി നെയ്മറും ആളിക്കത്തുകയായിരുന്നു. ഉദ്ഘാടന മത്സരത്തിൽ ഇരട്ട ഗോളുകളുമായി മാസ് എൻട്രി. പിന്നാലെ കാമറൂണിനെതിരെയും ഇരട്ട ഗോൾ. ബ്രസീൽ ആരാധകർ നെയ്മറെയും ആഘോഷമായി കൊണ്ടാടി. പക്ഷേ മുന്നോട്ടുള്ള പാതകളിൽ തങ്ങളെ വലിയ അപകടങ്ങൾ കാത്തിരിക്കുന്നുവെന്ന് അവരറിഞ്ഞതേയില്ല. പ്രീ ക്വാർട്ടറിൽ അയൽക്കാരായ ചിലി ബ്രസീലിനോട് നടത്തിയത് കനത്ത പോരാട്ടം. ഒടുക്കം ശ്വാസമടക്കി പിടിച്ച പെനൽറ്റി ഷൂട്ടൗട്ടിലൂടെയാണ് ബ്രസീൽ പ്രീ ക്വാർട്ടർ കടമ്പ കടന്നത്. ക്വാർട്ടറിൽ മുന്നിലെത്തിയത് വീണ്ടും ഒരു ലാറ്റിൻ അമേരിക്കൻ രാജ്യം. ജെയിംസ് റോഡ്രിഗസ് എന്ന ആ ലോകകപ്പിലെ വണ്ടർ ബോയുടെ ചിറകിലേറി കുതിച്ച കൊളംബിയ. റോഡ്രിഗസ് എന്ന അപ്രതീക്ഷിത ഹീറോയുടെ കൂടി ലോകകപ്പായിരുന്നത്. പ്രീ ക്വാർട്ടറിൽ ഉറുഗോയ്ക്കെതിരെ റോഡ്രിഗസ് തൊടുത്ത ആ വോളി എങ്ങനെ മറക്കാൻ? ഒരു ചട്ടിളി പോലെ ആ പന്ത് ഉറുഗോയുടെ നെഞ്ചു പിളർക്കുമ്പോൾ കമൻറ്റേറ്റർമാർ പോലും അലറി വിളിച്ചു. ക്വാർട്ടറിൽ കൊളംബിയൻ വെല്ലുവിളി കടന്നെങ്കിലും ആ രാത്രി ബ്രസീലിന് ഉണങ്ങാത്തൊരു മുറിവ് സംഭവിച്ചു. മത്സരത്തിൻ്റെ 88-ാം മിനിറ്റ്. ആകാശത്തുനിന്ന് വന്നൊരു പന്ത് നിയന്ത്രിക്കാൻ വേണ്ടി നെയ്മർ പുറം തിരിഞ്ഞ് നിൽക്കുകയായിരുന്നു. ആ സമയത്താണ് കൊളംബിയൻ ഡിഫൻഡർ കാമിലോ സുനീഗ കാൽമുട്ട് കയറ്റുന്നത്. ആ നിമിഷം വേദനയാൽ നെയ്മറുടെ ശരീരം വില്ലുപോലെ വളഞ്ഞുപോയി. മൈതാനം നിശബ്ദമായി മാറി. ബ്രസീൽ ടീം റിയോ ഡി ജനീറോയിലേക്ക് മടങ്ങുമ്പോൾ ഹെലികോപ്റ്ററിൻ്റെ സ്ട്രെച്ചറിൽ കിടത്തിയാണ് നെയ്മറെ കൊണ്ടുപോയത്. ആ ദൃശ്യങ്ങൾ TV ചാനലുകളിൽ തത്സമയം കണ്ട ബ്രസീൽ ജനത തെരുവുകളിൽ പ്രാർത്ഥനകൾ തുടങ്ങി. സുനീഗയ്ക്ക് ലോകമെമ്പാടും ഒരു വില്ലൻ്റെ മുഖം. ഒടുക്കം മെഡിക്കൽ റിപ്പോർട്ടിൽ നെയ്മറിൻ്റെ പരുക്ക് ഗുരുതരമെന്ന് തെളിഞ്ഞു. ചികിത്സയ്ക്കിടെ നെയ്മറോട് ഡോക്ടർ പറഞ്ഞതിങ്ങനെ: നിനക്ക് 2 വാർത്തകൾ തരാനുണ്ട്. ഒന്ന് നല്ലത്, ഒന്ന് ചീത്തത്.
ചീത്ത വാർത്ത എന്തെന്നാൽ നിന്റെ ലോകകപ്പ് ഇതോടെ അവസാനിച്ചിരിക്കുന്നു. നല്ല വാർത്ത എന്തെന്നാൽ ആ ഇടി ഒരൊറ്റ സെൻറ്റിമീറ്റർ കൂടി മുകളിലേക്ക് മാറിയിരുന്നുവെങ്കിൽ ഒരുപക്ഷെ നിനക്കൊരിക്കലും ഇനി നടക്കാൻ പോലും ആകില്ലായിരുന്നു. നീ ഒരു വീൽ ചെയറിലായി പോയേനെ. അതിനിടയിൽ നെയ്മർ കോട്ടക്കൽ ആയുർവേദശാലയിലേക്ക് എന്നൊരു അഭ്യൂഹം കേരളത്തിലെ സോഷ്യൽ മീഡിയയും മുഖ്യധാരാ മീഡിയകളും ഒരേപോലെ ഏറ്റെടുത്തു. ഇന്നോർക്കുമ്പോൾ ചിരി വരുന്നൊരു മൊമെൻറ്റ്. സെമിയിൽ ബ്രസീലിന് എതിരിടേണ്ടി വന്നത് കരുത്തരായ ജർമ്മനിയെ. നെയ്മർ ഇല്ലാത്തതിനൊപ്പം 2 മഞ്ഞക്കാട് കാരണം തിയാഗോ സിൽവക്കും പുറത്തിരിക്കേണ്ടി വന്നു. എങ്കിലും ബ്രസീലിന് കോൺഫിഡൻസിന് കുറവൊന്നുമില്ലായിരുന്നു. കളി നാട്ടിൽ നടക്കുന്നതിൻ്റെ അഡ്വാൻറ്റേജ് വേറെയും. അങ്ങനെ വമ്പൻ ഹൈപ്പിൽ സെമിക്കായി വിസിലുയർന്നു. കേരളവും കൺചിമ്മാതെയാണ് അത് നോക്കി നിന്നത്. അവർക്ക് മുന്നിൽ ലോക ഫുട്ബോളിലെ ഏറ്റവും സുന്ദരമായ സാമ്രാജ്യങ്ങളിലൊന്ന് തകർന്നു വീഴുകയാണ്. തങ്ങൾ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് സ്വന്തം ടീമിൻ്റെ ശവസംസ്കാര ചടങ്ങുകൾക്കാണെന്ന് ബ്രസീൽ പതാകയുമായി മൈതാനത്തേക്ക് എത്തിയ 10,000-കണക്കിന് മഞ്ഞക്കുപ്പായക്കാർ നനച്ചിരുന്നില്ല. ആത്മാവ് നഷ്ടപ്പെട്ട ഒരു കൂട്ടം കളിക്കാരാണ് അന്ന് ബ്രസീൽ കുപ്പായമിട്ട് മൈതാനത്തേക്ക് നടന്നുപോയത്. മറുഭാഗത്തോ ദയയും ദാക്ഷിണ്യവുമില്ലാത്ത ഒരു കൊലയാളി സംഘം അവരെ കാത്തുനിന്നു. ഫിലിപ്പ് ലാം, തോമസ് മ്യൂളർ, ടോണി ക്രൂസ്, മാരിയോ ഗോഡ്സെ, മാനുവൽ നോയർ. കളി തുടങ്ങിയ 11-ാം മിനിറ്റിൽ തന്നെ ബ്രസീലിൻ്റെ ആദ്യത്തെ ചോര വീണു. തോമസ് മ്യൂളർ ബ്രസീലിൻ്റെ വല കുലുക്കുമ്പോൾ സ്റ്റേഡിയം ഒന്ന് ഞെട്ടിവിറച്ചു. പക്ഷേ അത് വെറുമൊരു തുടക്കം മാത്രമായിരുന്നു. പിന്നീട് ആ സ്റ്റേഡിയം കണ്ടത് ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും ഭീതിജനകമായ 6 മിനിറ്റുകളാണ്. 21-ാം മിനിറ്റ് മുതൽ 29-ാം മിനിറ്റ് വരെ. കേവലം 360 സെക്കൻഡുകൾക്കുള്ളിൽ 4 തവണയാണ് ബ്രസീലിയൻ വലയിലേക്ക് ജർമ്മനി ബോംബുകൾ വർഷിച്ചത്. ശ്വാസമെടുക്കാൻ പോലും അനുവദിക്കാതെ ഇരയെ വേട്ടയാടുന്ന മൃഗങ്ങളെപ്പോലെ അവർ ബ്രസീലിനെ കൊന്നൊടുക്കി. ആ സ്കോർ ബോർഡ് വിശ്വസിക്കാനാകാതെ ലോകം തരിച്ചു നിന്നു. 1-നെതിരെ 7 ഗോളുകൾ. ബ്രസീൽ ഫുട്ബോളിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും നാണം കെട്ട, ഏറ്റവും ഭയാനകമായ രാത്രി. ലോകമെമ്പാടുമുള്ള ക്യാമറ കണ്ണുകൾ ആ ഗാലറിയിലേക്ക് നീണ്ടു. ക്യാമറ കണ്ണുകളിൽ ഉടക്കിയ പ്ലാസ്റ്റിക് ലോകകപ്പും കെട്ടിപ്പിടിച്ച് കരയുന്ന ആ വയോധികൻ ആ ദുരന്തത്തിൻ്റെ സ്മാരകമായി ഇന്നും നിലനിൽക്കുന്നു. തൻ്റെ പ്രിയപ്പെട്ട ടീം തകർന്നടിയുന്നത് കണ്ട് നിസ്സഹായരായി നിൽക്കുന്ന കുരുന്നുകൾ, മുഖം പൊത്തി നിലവിളിക്കുന്ന അമ്മമാർ. അതൊരു തോൽവിയായിരുന്നില്ല. ഫുട്ബോൾ കൊണ്ട് എല്ലാം കെട്ടിപ്പടുത്തൊരു രാജ്യത്തിൻ്റെ ആത്മാഭിമാനത്തിനേറ്റ മുറിവായിരുന്നു. പിന്നീട് ഒരിക്കലും ബ്രസീൽ പോയ കാലത്തെ ബ്രസീലായിട്ടില്ല. മറുവശത്തെ ബ്രസീലിനേക്കാൾ കടുത്ത എതിരാളികളാണ് ആൽബി സെലസ്റ്റുകളെ കാത്തിരുന്നത്. ഗ്രൂപ്പ് ഘട്ടത്തിലെ അഗ്നിപരീക്ഷകൾ കടന്നെത്തിയ ലയണൽ മെസ്സിയുടെ അർജന്റീനയ്ക്ക് മുന്നോട്ടുള്ള നോക്കൌട്ട് പാത ഓരോ സെക്കൻഡിലും ആരാധകരുടെ ശ്വാസം നിലപ്പിക്കുന്നതായിരുന്നു. സ്വിറ്റ്സർലൻഡിനെതിരെയുള്ള പ്രീ ക്വാർട്ടർ പോരാട്ടത്തിൽ 117 മിനിറ്റ് പിന്നിട്ടിട്ടും ഇരു ടീമുകളും സമനിലയിൽ തുടരുകയാണ്. പല ചാൻസുകളും ഞാണുകളുടെ വ്യത്യാസത്തിൽ കടന്നുപോയി. സ്വിറ്റ്സർലാൻഡ് ഒരു ഷൂട്ടൗട്ട് മുന്നിൽ കണ്ടാണ് കളിച്ചത്. പക്ഷേ അതിനിടയിൽ വീണ്ടും ഒരു എൻട്രി സംഭവിക്കുകയാണ്. ലയണൽ മെസ്സിയുടെ ഒരു മിന്നലാട്ടം. സ്വിസ് ഭടന്മാർ അയാളെ തടുക്കാൻ ചുറ്റും കൂടി. പക്ഷേ ആ ഡാൻസിങ് കാലുകളെ അളക്കാൻ അവർക്കായില്ല. മെസ്സി പന്ത് ഡിമരിയയ്ക്ക് നീട്ടി. ആൻഡ് ഡിമരിയ സ്കോർസ്. ക്വാർട്ടറിൽ അർജന്റീനയ്ക്ക് എതിരിടേണ്ടി വന്നത് കരുത്തരായ ബെൽജിയത്തെ. ഈഡൻ ഹസാർഡും വിൻസെന്റ് കോമ്പാനിയും എല്ലാമുള്ള ബെൽജിയം ആ ലോകകപ്പിലെ ഹോട്ട് ഫേവറിറ്റുകളിലൊന്നായിരുന്നു. പക്ഷേ 8-ാം മിനിറ്റിൽ ഗോൺസാലോ ഹിഗ്ഗേൻ്റെ ഗോളിൽ മുന്നിലെത്തിയ അർജന്റീനയ്ക്കായി പിന്നീട് ഹാവിയർ മഷറാനോ കോട്ട കെട്ടി. ആ ഒരൊറ്റ ഗോളിൻ്റെ ബലത്തിൽ 24 വർഷങ്ങൾക്ക് ശേഷം അർജന്റീന സെമി ഫൈനലിലേക്ക്. അവിടെ കോർക്കേണ്ടത് ആര്യൻ റോബനും വാൻ പേഴ്സിയുമെല്ലാമുള്ള ഡച്ച് പടയെ. കടുത്ത ഫിസിക്കൽ ഗെയിം നടന്ന മത്സരത്തിൻ്റെ 90-ാം മിനിറ്റിൽ ആര്യൻ റോബൻ അർജന്റീൻ ബോക്സിനുള്ളിലേക്ക് ഇരച്ചു കയറിയപ്പോൾ ആരാധകരുടെ നെഞ്ചൊന്ന് കുലങ്ങി. പക്ഷേ കണ്ണുതെറ്റാതെ ഒരാൾ മാത്രം അവിടെ ഉണ്ടായിരുന്നു. സ്വന്തം ശരീരം ഒരു മതിലുപോലെ എറിഞ്ഞുകൊടുത്ത ഹാവിയർ മഷറാനോ. ഒടുവിൽ മത്സരം ഷൂട്ടൗട്ടിലേക്ക്. അവിടെ മറ്റൊരു ഹീറോ ഉദിച്ചുയർന്നു. ഗോൾ കീപ്പർ സെർജിയോ റൊമേറോ. ഡച്ച് താരങ്ങളായ റോൺ ബ്ലാറിൻ്റെയും വെസ്ലി സൈഡറിൻ്റെയും വെടിയുണ്ട പോലെയുള്ള പെനൽറ്റി കിക്കുകൾ റൊമേറോ ഒരു പൂച്ചയെപ്പോലെ തട്ടിയകറ്റി. ഒടുവിൽ അവസാന കിക്ക് മാക്സി റോഡ്രിഗസ് വലയിലാക്കിയ നിമിഷം അർജന്റീന ഫാൻസ് എങ്ങനെ മറക്കാൻ. നിരാശ പൂണ്ട ബ്രസീൽ ആരാധകർ ഫേസ്ബുക്കിലിട്ടു. കളർ ടി വിക്ക് ശേഷമുള്ള അർജന്റീനയുടെ ആദ്യത്തെ ഫൈനൽ. ജൂലൈ 13 ഫൈനലിനായി വിഖ്യാതമായ മാരക്കാന സ്റ്റേഡിയം ഒരുങ്ങി. പവർ ഹൗസായ ജർമ്മനിയും കുന്നോളം പരീക്ഷകളുമായി അർജന്റീനയും നേർക്കുനേർ. നടന്നത് തീവ്രമായ പോരാട്ടം. കളി തുടങ്ങി 21-ാം മിനിറ്റിൽ ടോണി ക്രൂസിൻ്റെ അബദ്ധത്തിൽ നിന്ന് അർജന്റീനയുടെ ഗോൺസാലോ ഹിഗ്ഗേന് ലഭിച്ചത് ഒരു സുവർണാവസരമാണ്. ജർമ്മൻ കീപ്പർ മാനുവൽ നോയർ മാത്രം മുന്നിൽ നിൽക്കെ കിട്ടിയ ഗോൾഡൻ ചാൻസ്. പക്ഷേ ഹിഗ്ഗേന് തെറ്റി. സ്റ്റേഡിയം ഒന്നടങ്കം തലയിൽ കൈവച്ചുപോയി. ഒടുവിൽ മത്സരം അധിക സമയത്തേക്ക്. എക്സ്ട്രാ ടൈമിൻ്റെ 113-ാം മിനിറ്റ്. അർജന്റീന ആരാധകർ തങ്ങൾ അതുവരെ ദുസ്വപ്നമെന്ന് കരുതിയതൊന്ന് അവരുടെ മുന്നിൽ ടി വിയിൽ തെളിയുകയാണ്. ആന്ദ്രേ ഷുർലയുടെ ക്രോസ് സ്വീകരിച്ച് ജർമ്മനിയുടെ പകരക്കാരൻ മാരിയോ ഗോഡ്സെ തൊടുത്ത ക്ലിനിക്കൽ വോളി അർജന്റീന വലയിൽ ആഞ്ഞു തറച്ചു. ഗെയിം ഓവർ. ലോകമാകെയുള്ള അർജന്റീന ആരാധകർക്ക് ഒരു കഠാര കുത്തിയ വേദന. ജർമ്മനി ആനന്ദ നൃത്തം ചവിട്ടുമ്പോൾ
ക്യാമറ കണ്ണുകൾ പാപഭാരത്താൽ നിൽക്കുന്ന മെസ്സിയുടെ മുഖത്തേക്ക് നീണ്ടു. ടൂർണമെൻറ്റിലെ മികച്ച താരത്തിനുള്ള ഗോൾഡൻ ബോൾ പുരസ്കാരം കൈകളിലേന്തി കനക കിരീടത്തിന് തൊട്ടരികിലൂടെ അതീവ ദുഃഖത്തോടെ തലകുനിച്ച് നടന്നുപോകുന്ന മെസ്സിയുടെ ചിത്രം ഐക്കോണിക്കായി മാറി. കിരീടമില്ലാത്ത രാജാവായാണ് മെസ്സി എന്ന് മറക്കാനയുടെ പടവുകൾ ഇറങ്ങിപ്പോയത്. മറുവശത്ത് ജർമ്മൻ പടക്കത്തൊരു വീണ്ടെടുപ്പിൻ്റെ കാലമായിരുന്നു. മുന്നിൽ നിന്നും നയിച്ച ഫിലിപ്പ് ലാം എന്ന ക്യാപ്റ്റൻ, മധ്യനിരയിൽ പന്തുകളെ നൂലിൽ കോർത്തതുപോലെ പാസ് ചെയ്യുന്ന ടോണി ക്രൂസും ബാസ്റ്റിൻ ഷ്വൈൻസ്റ്റൈഗറും മെസ്യൂട്ട് ഓസിലും, ഗോളടിക്കാൻ ഒരവസരത്തിനായി വട്ടമിട്ട് പറക്കുന്ന തോമസ് മുള്ളറും മിറോസ്ലാവ് ക്ലോസയും, അവർക്ക് മുന്നിൽ ഒരു പ്രതിരോധ കോട്ടയായി ജെറോം ബോട്ടങ്ങും മെറ്റ് ഹെമ്മൽസും, ഗോൾ വലയ്ക്ക് മുന്നിൽ സാക്ഷാൽ മാനുവൽ നോയർ, ആകെ മൊത്തം ഒരു ജർമ്മൻ മെഷീൻ. 2014 ബ്രസീൽ ലോകകപ്പ് നമുക്ക് സമ്മാനിച്ചത് ജർമ്മനിയുടെ ക്ലിനിക്കൽ ഫുട്ബോളും നെയ്മറുടെ പരിക്കിൻ്റെ വേദനയും ബ്രസീലിൻ്റെ കണ്ണീരും മെസ്സിയുടെ നോവുമാണ്. കാലം എത്ര മാറിയാലും നമ്മുടെയെല്ലാം യൗവനത്തെയും കൗമാരത്തെയും പ്രണയഭരിതമാക്കിയ ബ്രസീൽ ലോകകപ്പിൻ്റെ ഓർമ്മകൾ മാരക്കാനയിലെ സുവർണ്ണ സൂര്യാസ്തമയത്തിൻ്റെ ഭംഗിയോടെ മനസ്സുകളിലുണ്ടാകും.